മക്കളെ എനിക്കൊരു കോള് വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് പൊറോട്ട വാങ്ങിയിട്ട് വരുവെക്കാന്നും പറഞ്ഞിട്ട്. വേറെ ആരുമല്ല, നമ്മുടെ റെനു തന്നെയാണ് കേട്ടോ. കാരണം അവൾക്കിപ്പോൾ ആഗ്രഹിച്ചത് തിന്നേണ്ട സമയമാണ്. കാരണം അവളിപ്പോൾ ഗർഭിണിയാണ്. അപ്പോൾ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. നമുക്കും അത് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു 1:30 ആയിട്ടുണ്ടാവും, എന്താ പറയുക, ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ. അപ്പോൾ നോക്കിയപ്പോൾ ഹോട്ടലുകളൊക്കെ അടച്ചിക്ക്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഇങ്ങനെ റൂമിലെത്തിയപ്പോഴാണ് മൈദ കണ്ടത്. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, അങ്ങ് മൈദ എടുത്ത് കുറച്ച് മൈദ എടുത്ത് അങ്ങ് പരത്താൻ അങ്ങ് തുടങ്ങി. ഒരു 6-7 ബോൾ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അത്രയും മതി എനിക്കും റിനുവിനും മാത്രമല്ല, മോൾക്ക് പിന്നെ കുറച്ചല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 6-7 ബോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പടപടയെന്നായിട്ടാണ്. എന്താ ഒരു 15 മിനിറ്റ് ഇങ്ങനെ ആയുള്ളൂ പൊറോട്ട മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ പരത്തി, എന്താ പറയുക, ചട്ടിയിലൊക്കെ ഇട്ട് കുറച്ച് എണ്ണയൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഗിന്നാനൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ എന്താ പൊറോട്ടയൊക്കെ ചുട്ട് ഇത് അടിച്ചെടുത്തു. എന്നിട്ട് കാരണം എന്താ പൊറോട്ട ഉണ്ടാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അവൾക്ക് പൊറോട്ട കഴിക്കാൻ ആഗ്രഹം തോന്നിയത്. ഗർഭിണികൾക്ക് അങ്ങനെയാണല്ലോ, പെട്ടെന്ന് എന്തൊക്കെയാണ് ആഗ്രഹം തോന്നുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ പൊറോട്ട എല്ലാം പ്ലേറ്റിലാക്കിയിട്ട് ചിക്കൻ കറിയും ആക്കിയിട്ട് അവളോട് വന്നതാ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോളും കൊണ്ടും പറഞ്ഞു. ഈ രണ്ടാമത് കാണിച്ചത് എന്താണെന്നറിയോ, എൻ്റെ മോൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഹായ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുക. അതാണ് കേട്ടോ ഞാൻ അവളെ നോക്കിയിട്ട് ഒന്നുകൂടെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.